എപ്പോഴും പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഈ ഒരു സ്നാക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ കുറച്ചൊരു കട്ടിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കരുത്. ഒരു 1/4 ഇഞ്ച് കനത്തിൽ ഈ ഒരു രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ 2 പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലൊരു സ്ക്യൂർ എടുത്തിട്ടുണ്ട്. ആ ഒരു സ്ക്യൂറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ പീസ് ഉണ്ടല്ലോ, അതിതാ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു സ്ക്യൂറിൽ ഇതുപോലെ 3 പഴത്തിൻ്റെ പീസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല തിന്നായിട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴമാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെ സ്ക്യൂറിൽ വെച്ച് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമ്മൾ പഴം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഞാൻ എല്ലാ പീസും ഇവിടെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ 8 പീസാണ് കേട്ടോ ഞാൻ ഈ ഒരു 2 പഴം വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നത്. ഇനിതാ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം എന്നിട്ട് നമ്മൾ ഇത് ഓരോന്നും കയ്യിലെടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ കോൺഫ്ലവറിൻ്റെ ഒരു ചെറിയൊരു കോട്ടിംഗ് ആയിട്ട് കൊടുക്കുക. പഴത്തിൻ്റെ മുകളിൽ ഒരുപാട് തിക്കായിട്ടൊന്നും വേണ്ട, ഒരു തിന്നായിട്ട്. പഴത്തിലൊരു ചെറിയ നനവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലൊന്ന് ആ ഒരു നനവൊന്ന് പോകാൻ വേണ്ട വിധത്തിൽ ഒന്ന് കോൺഫ്ലവർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഒരു കവറിങ് ആയിട്ട്, പഴത്തിനൊരു കവറിങ് ആയിട്ടൊന്ന് കിട്ടിയാൽ മതി. അപ്പോൾ സൈഡിലും അതുപോലെ തന്നെ മുകളിലും താഴെയും എല്ലാ ഭാഗത്തും ഒന്ന് കൈവച്ചിട്ട് ഇതുപോലെ കോൺഫ്ലവർ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഈ രീതിക്കൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ ഒന്ന് ഇതിൽ മിക്സായി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം, അത് നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് തിക്കായിട്ടുമല്ല ഒരുപാട് ലൂസായിട്ടുമല്ല നമുക്ക് ബാറ്റർ വേണ്ടത്. പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് ബാറ്റർ വേണ്ടത്. ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആവരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം കേട്ടോ. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൗഡർ ആവരുത് കേട്ടോ. ചെറിയൊരു വലുതും ചെറുതുമായിട്ടുള്ള പീസുകളായിട്ട് നമുക്ക് വേണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ അങ്ങ് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ അങ്ങ് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴം ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ ഒരു ബാറ്റർ ആ ഒരു പഴത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക, ഡിപ്പ് ചെയ്ത് കൊടുക്കുക, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റിക്ക് ഉണ്ടായതുകൊണ്ട് നമുക്കത് മുക്കി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ മാവ് ഒരു ഗ്ലാസ്സിലൊക്കെ ആക്കിയിട്ട് മുക്കി കൊടുക്കാം. അപ്പോൾ അതിനേക്കായൊക്കെ ഏറ്റവും എളുപ്പം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഈ ഒരു പഴത്തിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് ഇതുപോലെ ബാറ്റർ ഒന്ന് മുക്കി ഒഴിച്ചു കൊടുത്ത് ഒരു കോട്ടിംഗ് ആയി വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു കോൺഫ്ലെക്സ് ഉണ്ടല്ലോ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കോൺഫ്ലെക്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ പീസുകളും ഞാൻ കോൺഫ്ലെക്സിലൊക്കെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കാരണം കോൺഫ്ലെക്സ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു കട്ടിയുള്ള പഴം ഒന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ നല്ല ഇരുമ്പ് ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ എടുക്കാൻ നേരത്ത് ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെച്ചതിന് ശേഷം 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്നങ്ങ് മൂത്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്കൊന്നായി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പഴം പൊട്ടിത്തെറിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്തൊരു പലഹാരം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അടിപൊളിയാണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.